നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴുള്ള ആ ഒരു നിയമവ്യവസ്ഥയിൽ ഒരു മാറ്റം വന്നെങ്കിലല്ലാതെ ഈ ഒരു ലഹരിക്കെതിരെയോ അല്ലെങ്കിൽ അഴിമതിക്കെതിരെയോ ഒന്നും എത്ര പോരാടിയിട്ടും കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതെവിടക്കോ നടക്കുന്നുണ്ട്, എവിടക്കോ പിടിക്കുന്നുണ്ട്, പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട്. പോലീസിനെ ഏൽപ്പിച്ചിട്ട് എന്താ പിറ്റേന്ന് അവരും കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അല്ലേ? അതാണ് നമ്മുടെ നാട്ടിൻ്റെ നിയമം. എന്താ അത് കുറഞ്ഞ എന്തോ ഒരു അളവ് കയ്യിൽ വെക്കാന്നുള്ളൊരു നിയമമുണ്ട്. പിന്നെ ജാമ്യം കിട്ടുന്ന നിയമങ്ങളുണ്ട്. പിന്നെ ഇത് എവിടെ നടക്കുന്നു? ആളുകൾ കൂടിയിട്ടും പിടിച്ചിട്ടും നോക്കിയിട്ടൊക്കെ എന്താ കാര്യം? ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതിന് വേണ്ടിയത് നമ്മൾ എന്ത് കാര്യവും നിയമസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും ഒക്കെ തന്നെ ഈ നിയമങ്ങൾ നമ്മളെ നാടിന് വേണ്ടിയിട്ട്, നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് മാറ്റാണ്ടാണല്ലോ അല്ലേ? അതിനെന്താ ഇവരൊന്ന് തുനിയാത്ത എന്താണ്? നമ്മളെ നാട്ടിൽ കഴിഞ്ഞ കൊറോണൻ്റെ കാലത്തൊക്കെ എന്തൊക്കെയാണ് ഒരാൾ എവിടുന്നാ വന്നത്, അവനെ ആരൊക്കെ കണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇത്ര പെട്ടെന്നാണ് നമ്മളെ സംവിധാനങ്ങൾ കണ്ടെത്തിയത് അല്ലേ? അതുപോലത്തെ ഇത് കണ്ടെത്താൻ കഴിയാത്ത നമ്മളെ നാടിന്, നമ്മളെ പോലീസ് സംവിധാനത്തിന് എന്താണ്? പോലീസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അവർക്ക് പിടിച്ചു കൊടുക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവർക്ക് നിയമങ്ങൾ, പിന്നെ നമ്മളെ നാടിൻ്റെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും ആളുകൾക്ക് അത് പിന്നെ ആളെ വിടാമെന്നും അല്ലെങ്കിൽ ജാമ്യത്തിൽ കൊടുക്കാമെന്നുള്ള നിയമം അവരുടെ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നാട്ടുകാർ, ജനങ്ങൾ, പൊതുജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ നിയമങ്ങൾ മാറ്റാനുള്ളൊരു സംവിധാനം ചെയ്തെങ്കിലല്ലാതെ ഇതിനൊരു അറുതി വരുമെന്ന് തോന്നുന്നില്ല മക്കളെ. അതാണ് നാടിൻ്റെ അവസ്ഥ. ഒരാൾക്കും ഒരു പേടിയില്ല, ഇത് ചെയ്യണവനും പേടിയില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നിക്കാണെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് അവനും അറിയാം. അതാണിപ്പോൾ നാട്ടിൽ നടക്കുന്നത്. എവിടേക്കാണ് പോണത്?